പ്രസാദമില്ലേ? ഞാൻ ദേവിയാണോ പ്രസാദിക്കാൻ? എനിക്ക് ഈ ദേവിയുടെ പ്രസാദം. ആട്ടെ, ദിവസവും ക്ഷേത്ര ദർശനം ഉണ്ടോ? ഇല്ല, ഇന്ന് തിങ്കളാഴ്ചയല്ലേ. ഈ തിങ്കളാഴ്ച നോക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ആവോ. ആട്ടെ, ഇന്ന് കളിയില്ലേ? എന്റെ നമ്പർ കുറച്ച് താമസിച്ചേ ഉള്ളൂ. ഒരു 9 മണിയാവും. പിന്നെ ആ കാലമാടൻ വീട്ടിൽ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അമ്മ വലിയ വഴക്കുണ്ടാക്കിയിരിക്കുകയാണ്. ഏത് കാലമാടൻ? ഗോപി. അയാളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യ. ദിവസവും വീട്ടിൽ ഹാജരാണ്. എന്തിന്? കല്യാണം ആലോചിക്കും. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ അയാളെ കണ്ടുകൂടാ. അമ്മയ്ക്കാണ് പിന്നെയും കുറച്ച് മനസ്സ്. ഏതായാലും ചന്ദ്ര, ഇനിയും താമസിപ്പിക്കുന്നത് അപകടമാണ്. തങ്കം ഉറച്ചില്ലിരിക്കുന്ന പിന്നെന്തോ അപകടം? എങ്കിലും എന്റെ മനസ്സിന്റെ വേവലാതി ചന്ദ്രന് മനസ്സിലാവുന്നുണ്ടോ? ചുറ്റുപാടുകളെല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഞാൻ തീ തിന്നുകയാണ്. ഒരു 4 ദിവസത്തിനകം പൈതലമ്മാവനോട് പറയാമെന്ന് വിചാരിക്കുന്നു. പോരെ? ഇങ്ങനെ വിഷമിച്ചാലോ? ഒന്ന് ചിരിക്കൂ. ചിരിക്കൂന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ? വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, മനസ്സിലെന്താണ്? നിൻ മനസ്സിലെന്താണ്? വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, മനസ്സിലെന്താണ്? നിൻ മനസ്സിലെന്താണ്? വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. മലർക്കിനാവിൽ തെളിഞ്ഞു വന്ന മാരനാരാണ്? നിൻ മണിമാരനാരാണ്? മാരനല്ലോ കിനാവിലുള്ളത് ചോരനാണല്ലോ, ഒരു ചോരനാണല്ലോ. മാറുകില്ല മായുകില്ല മാറിൽ നിന്നും ചോരനവൻ. മാറുകില്ല മായുകില്ല മാറിൽ നിന്നും ചോരനവൻ. കസർത്തുകാര കറുത്ത കണ്ണിൽ താമസമാരാണ്, കണ്ണിൽ താമസമാരാണ്. കളിച്ചുകൊണ്ടൊരു കൺമണി കണ്ണിൽ തപസ്സിരിപ്പാണ്, കണ്ണിൽ തപസ്സിരിപ്പാണ്. തപസ്സിരിക്കാൻ താമരമിഴിയിൽ വിളിച്ചതാരാണ്? അവളെ വിളിച്ചതാരാണ്? കഴിഞ്ഞ ജന്മം കൺമണി ഇവിടെ കടന്നതാണല്ലോ, പിന്നെ പിരിഞ്ഞതില്ലല്ലോ. എന്നുമെന്നും വാഴും ഇവിടെ പണ്ടേ കണ്ടൊരു പെണ്ണല്ലോ. എന്നുമെന്നും വാഴും ഇവിടെ പണ്ടേ കണ്ടൊരു പെണ്ണല്ലോ. വെളുത്ത പെണ്ണെ, വെളുത്ത പെണ്ണെ, മനസ്സിലെന്താണ്? നിൻ മനസ്സിലെന്താണ്? വെളുക്കുവോളം കണ്ട കിനാക്കൾ മനസ്സിലുണ്ടല്ലോ, എൻ മനസ്സിലുണ്ടല്ലോ. അയ്യോ, നേരം വളരെ വൈകി. അമ്പലത്തിലെ വിളക്കൊക്കെ കെട്ടു. ഞാൻ വരട്ടെ. ഞങ്ങൾ വരാം. ഞങ്ങൾ വരാൻ. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഞാൻ വളരെയധികം ആസ്വദിച്ചു. വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ജഡ്ജിങ് പാനൽ പറയും. വേണു സാർ?
ജഡ്ജിങ് സ്ഥലത്തിരിക്കുന്നവരെ എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ സിനിമ കാണുന്നതും ആ കണ്ട കാഴ്ചയൊക്കെ ഓർത്തു. അപ്പോൾ അത് അത്രയും നിങ്ങൾക്ക് സാധിച്ചെന്നുണ്ടെങ്കിൽ അത് ഒരു വിജയമാണ്. താങ്ക് യു സാർ. അതിൽ കുറച്ച് ടൈമിങ്ങിൻ്റെ കുറച്ച് ഡൗട്ടുണ്ട്. ആ ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ആക്ഷൻ നമ്മൾ ഓർത്തെടുക്കുന്നതിൻ്റെ ഒരു ഡൗട്ടിൻ്റെ ഒരു സാധനം സൂചന മൂക്കുണ്ടത്. അത് കുറച്ചുകൂടെ ഉറപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഈ അടുത്ത് എന്തായിരിക്കും കൈ വെക്കാം, ചില സ്ഥലം കൈ പോയിട്ട് അവിടെ വെക്കാതെ വരുന്നു, അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു സാധനങ്ങൾ വന്നിട്ടുണ്ട്. മോൻ്റെ നടത്തുകയൊക്കെ നന്നായിരുന്നു കേട്ടോ. നടത്തുകയും ടോട്ടൽ ലിപ്പ് കൊടുത്തതും ഒക്കെ നല്ല എക്സ്പ്രഷനായിരുന്നു. മോളിലെ കുറച്ചുകൂടെ മോള് ചെയ്തത് നന്നായിരുന്നു. കാരണം രാഖേമ്മയുടെ അതിനകത്ത് തന്നെ പെർഫോമൻസിൻ്റെ രീതിയിലൊക്കെ വന്നിരുന്നു. കുറച്ചുകൂടെ മനസ്സിൻ്റെ ഹെൽത്ത് കൂട്ടണം മനസ്സിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടാലൻസ് ഉണ്ട്, നല്ല ടാലൻസ് ഉണ്ട്, മനസ്സിലായോ? നിങ്ങളൊരു ബെസ്റ്റ് ആക്ടർ ആക്ട്രസ് ലെവലിലേക്ക് തന്നെ പോവുകയാണെന്ന് തന്നെ കരുതുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. ഒന്ന് രണ്ട് സ്ഥലത്ത് സിങ്ക് വിട്ടുപോയി. എസ്പെഷ്യലി അത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ആ ഗ്ലാസ് ഇടുന്നതും അവിടെയാണ് നമ്മളത് ശരിക്കും അയ്യോ എന്ന് തോന്നിപ്പോവും. അത് നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി കാണാനായിട്ടാണ് അതിൻ്റെ ഒരു ടൈമിങ് എപ്പോഴാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ ഓഡിയൻസിന് കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള പ്രിവിലേജ് കിട്ടിയതുകൊണ്ട് ഞാനത് ഓഡിയൻസായിട്ട് കൺവേ ചെയ്യുകയാണ്. ശ്രീകുമാർ ഈ സോങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഒരു തയ്യാറെടുപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സത്യമാഷിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. ആക്ടേഴ്സിൻ്റെ അത്തരം പ്രോസസ്സുകൾ പലപ്പോഴും ഓഡിയൻസിന് കാണാൻ പറ്റാറില്ല. ബട്ട് അത് പ്രവേശനം, അതെ, ഒരു പ്രവേശനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് അത് ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് ഇതിന് മാത്രമല്ല എല്ലാത്തിനും ആവശ്യമുണ്ട് കേട്ടോ. ഓവറോൾ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. രണ്ടുപേർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റേത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്യും. ഇത് ആക്ച്വലി ഞാനിത് കണ്ട് രസിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളുടെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്തിരുന്നതാണ് നോട്ട് ചെയ്തത്. അത്രയും ഞാൻ ഇൻവോൾവ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരുന്നു. രശ്മിയുടെയും ശ്രീകുമാറിൻ്റെയും പ്രീവിയസ് പെർഫോമൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പം എനിക്ക് ഇത് വളരെയധികം ഇഷ്ടമായി. കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ കീപ്പ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.